വെൽക്കം ബാക്ക് ടു സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ. ഗൾഫ് നഗരങ്ങൾ വളരുകയാണ്. ഈ വളർച്ചയ്ക്കൊപ്പം തന്നെ ഭൂമിയുടെ എല്ലാ അവകാശികൾക്കും അർഹമായ പരിഗണന ഈ നഗരത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരിൽ ഒരാളാണ് ജർമ്മൻ വനിതയായ കെസർ. പൂച്ചകളെ പരിപാലിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ജർമ്മൻ വനിതയെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ഇത് ദുബൈ ഡൗൺ ടൗൺ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്കും ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബൈ മാളിന്റെയും തൊട്ടടുത്തുള്ള ആഡംബര മേഖല. ഇവിടെ സുഖസുന്ദരമായി താമസിക്കുന്ന ചില VVIPകളെ പരിചയപ്പെടാം. Hello, very good afternoon. I'm Catherine from Germany. നേരത്തെ പറഞ്ഞ VVIP താമസക്കാർ ഇവരാണ്. ഈ പോഷ് അപ്പാർട്ട്മെന്റിൽ സുഖജീവിതം നയിക്കുന്ന പൂച്ചകൾ. ജർമ്മൻകാരിയായ കെസറിൻ കാനയ്ക്ക് വീട്ടിൽ ഈ പൂച്ചകൾ മാത്രമാണ് കൂട്ടിനുള്ളത്. പൂച്ചകൾ ഒന്നും രണ്ടുമല്ല, വീട്ടിൽ എവിടെ നോക്കിയാലും പൂച്ചകൾ. ഫർണിച്ചറുകൾ പോലും പൂച്ചകൾക്ക് മാത്രം വേണ്ടിയാണ്. വീട്ടിലെ പാവകൾക്കും പൂച്ചയുടെ രൂപമാണ്. ഈ വീട്ടിലെ പൂച്ചകളുടെ എണ്ണം കൃത്യമായി വെളിപ്പെടുത്താൻ തൽക്കാലം നിവൃത്തിയില്ല. എണ്ണം പുറത്തു പറയാൻ പാടില്ലെന്ന് തന്നെ കൂട്ടിക്കും. ഇനി നമുക്ക് കാസറിന്റെ കൂട്ടുകാരിൽ ചിലരെ പരിചയപ്പെടാം. My first cat, unfortunately, is sleeping. This is Sweetie, and I found him. Oh, now he's very angry, and I found him in Al Mamsa Beach Park when he was a little kitten, and he is with me since 4 years. Actually, now he's not very happy because we disturb him to sleep. So the next one, this is Teddy. This is my Teddy. Teddy was my second love, and he is very beautiful. I found him as a baby in the garage, and he is with me since 3 years. എല്ലാവരും പേരും കുടുംബപ്പേരുമൊക്കെ ഉള്ളവരാണ്. So the other ones, I'd like to introduce you to this one. He is also very lovely. This is called It's Now Very Scaring. So this is my ice bear, and he is a very fantastic Arabian Mau cat. This is Judy. Judy has also another sister. We have to look for her. Hey, say hello, my darling. Say hello, hello, hello. വെറുമൊരു ഹോബിക്ക് വേണ്ടി പൂച്ചയെ വളർത്തുന്നയാളല്ല കേസറിൻ. ഈ പൂച്ചകൾക്ക് പലതിനും വേദനിക്കുന്ന ഭൂതകാലമുണ്ട്. പരിക്കേറ്റവയും ഉപേക്ഷിക്കപ്പെട്ടവയും ആട്ടിയോടിക്കപ്പെട്ടവയുമാണ് ഇവയിൽ പല പൂച്ചകളും. ജർമ്മനിയിലും ഇറ്റലിയിലും ദുബൈയിലുമായി പരന്നുകിടക്കുന്ന കെസറിൻ ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ ഉടമയാണ് കെസറിൻ. ഏറെക്കാലം ഇറ്റലിയിലായിരുന്നു താമസം. 2011 ദുബൈയിലെത്തിയ ശേഷമാണ് പൂച്ചകളോടുള്ള പ്രണയം തുടങ്ങിയത്. So I found the first cat here. This is my Sweetie on 9 of May in 2011 in Al Mamsa Beach Park. He was a little kitten, and yeah, some people they were shouting him. And I was thinking, so let me take this guy with me. Yeah, and after I saw other kittens very hungry inside the park and here and there, and I was trying my best to help them one of one. So the most of the time I'm keeping here between 10 and 15 cats. We give them also here to adoption here to Europe, to Germany, but only to safety persons. പൂച്ചകളെ എത്ര കിട്ടിയാലും കെസറിന് സന്തോഷമാണ്. പക്ഷേ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് അതത്ര സന്തോഷമായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് തക്കം കിട്ടിയാൽ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിലേക്ക് പൂച്ചകൾ എത്താൻ തുടങ്ങിയാൽ.
കുറുമ്പന്മാരുടെ ചാട്ടം തടയാൻ പല വിദ്യകൾ പ്രയോഗിക്കുമെങ്കിലും പലപ്പോഴും വിജയിക്കാറില്ല. പൂച്ചകൾക്കെതിരായ പരാതിയെ തുടർന്ന് പലകുറി താമസം മാറേണ്ടി വന്ന കഥകളും കെസറിന് പറയാനുണ്ട്. പരിക്കേറ്റ് കിടക്കുന്ന പൂച്ചകളെ കണ്ടാൽ പലരും കെസറിനെ വിവരമറിയിക്കും. ദുബായ് കാറ്റ് ലവേഴ്സ് അസോസിയേഷൻ, കാറ്റ് ലവേഴ്സ് ഫെഡറേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് അവയെ സുരക്ഷിത കേന്ദ്രത്തിലെത്തിക്കാൻ കെസറിൻ രംഗത്തിറങ്ങും. ഇപ്പോൾ സ്വന്തം താമസ സ്ഥലത്ത് അഭയമൊരുക്കാൻ ഏറെ പരിമിതികൾ നേരിടുന്നുണ്ട്. ഇത്രയും പൂച്ചകളെ ഒറ്റയ്ക്ക് സംരക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മൃഗാശുപത്രിയിൽ നൽകാൻ തന്നെ മാസം 4000-ലേറെ ദിർഹം വേണ്ടിവരുന്നുണ്ട്. പൂച്ചകൾക്കായി സ്വന്തമായൊരു അഭയകേന്ദ്രം ദുബൈയിൽ ഒരുക്കണമെന്നാണ് കെസറിന്റെ സ്വപ്നം. അതിനു വേണ്ടിവരുന്ന ഭീമമായ തുക കണ്ടെത്താനുള്ള ഒരുക്കത്തിലാണിവർ. Yeah. We was planning maybe to make like a feline park. Or to make also like a dog and cat hotel. The planning was also to make like a veterinary clinic. But okay, we need a huge budget for do this one. We need a huge budget. So dear, what I can say, so dear television fans or dear cat fans, if you like to help us, anytime welcome. പൂച്ചകൾ ദ്രോഹിക്കപ്പെടുന്നത് കെസറിനെ വല്ലാതെ വേദനിപ്പിക്കും. പലരും എത്ര ക്രൂരമായാണ് പൂച്ചകളെ പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്നത്. And the planning was there to make a nice feline park and to bring also the schools there to teach also the children so how to have to treat the animals, how nice they are. ഇനി പൂച്ചകൾക്ക് നേരെ കാലുയർത്തുന്നവർ ഓർക്കുക, അവർക്കും ചോദിക്കാനും പറയാനും ചിലരൊക്കെ ഇവിടെയുണ്ടെന്ന്. I enjoy this. I love them also so much, and these are my friends. And actually, I will say also this is my only passion. What I have it here, and that's my only love. What I have it here in Dubai. And I will say goodbye. സാധാരണ മനുഷ്യർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം, അതിലൂടെയാണ് എല്ലാ ആസൂത്രണവും വിജയിക്കേണ്ടത്. സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. ഗൾഫിലുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാരെ ടെലിഫോണിൽ വിവരമറിയിക്കുക. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും